നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ രാശിക്കാർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന ഒരു ആഴ്ചയാണ്. കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ചുള്ളൊരു യാത്രക്ക് സാധ്യത കാണുന്നുണ്ട്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള കാലമാണ്. പഴയ വാഹനം കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണമെന്നോ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട് നിർമ്മാണത്തിനുള്ള വായ്പകളും മറ്റും അനുവദിച്ച് കിട്ടാനും യോഗം കാണുന്നുണ്ട്. ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണിയും മകയിരമര. ഈ രാശിക്കാർക്ക് സഹോദരനിൽ നിന്ന് സഹായം ലഭിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് സഹോദരനെ സഹായിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നില നല്ലതാണ്, തുടരുന്ന സമയമാണ്. പഠന കാര്യങ്ങളിൽ പുരോഗതി നേടാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ വാരം കൂടുതൽ ഗുണകരമാണ്. കുടുംബജീവിതം സന്തോഷകരമായി നടക്കുകയും ചെയ്യും. മിഥുനരാശി, മകയിര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ രാശിക്കാർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ബിസിനസ്സുകളെല്ലാം ലാഭകരമായിട്ട് നടക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. കർക്കിടക രാശി, പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാനും സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും വിശേഷ ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും പഴയകാല സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടാനൊക്കെ യോഗം ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കാനും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനൊക്കെ ഈ ആഴ്ചയിൽ സാധിക്കുന്നതാണ്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രത്തിൽ കാൽ. ഈ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാനും ചെറിയ തടസ്സങ്ങൾ നേരിടാനും അധികമായിട്ട് പണം ചെലവഴിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ ആ കാര്യങ്ങളെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. ശത്രുക്കളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കന്നിരാശി, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. ദീർഘകാലമായിട്ട് കാത്തിരുന്ന സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ യാത്രക്ക് പരിശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ പഠനത്തിനോ വിദേശ ജോലിക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ എത്തിച്ചേരാനും സാധ്യത കാണുന്നു. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പല അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. വൃശ്ചിക രാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ആഴ്ചയാണ്. ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദൈവാധീനം കുറഞ്ഞ കാലമാണെങ്കിലും ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. സഹോദരനിൽ നിന്നും ചില സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ. ഈ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കം അത്ര നല്ലതല്ല. പുതിയ സംരംഭങ്ങളൊക്കെ വാരാന്ത്യത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മകരരാശി, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ രാശിക്കാർക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാവാനും പഴയകാല സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടാനും ഒക്കെ സൗഹൃദങ്ങളുടേതായ ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ആഴ്ചയുടെ മധ്യഭാഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും വാരാന്ത്യത്തിൽ കൂടുതൽ ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. കുംഭൻ രാശി, അവിട്ടാര, ചതയം, പൂരട്ടാതി, മുക്കാൽ. ഈ രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും മനക്ലേശം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ഗുണകരമായിരിക്കും. വാരാന്ത്യത്തെക്കാൾ വാരത്തിൻ്റെ മധ്യഭാഗമായിരിക്കും കൂടുതൽ ഗുണകരം. മീനരാശി, പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ദീർഘകാലമായിട്ട് കാത്തിരുന്ന സന്തോഷ വാർത്തകൾ എത്തിച്ചേരും. പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സൈനികർക്ക് ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കാനും ഈ ആഴ്ച സാധ്യത കാണുന്നുണ്ട്.